ഇസ്ലാമുള്ള ഒരു പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം. അവർ നിഷേധിച്ചു. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഒഴിവാക്കിയിട്ട് വേറൊരായത്ത് കൊണ്ടുവന്നു ഖുർആനിൽ. കേരളത്തിൽ നടന്നതാ, ഇസ്രായേലിൽ നടന്നല്ല. അതേ മൗലവി തന്നെ ഖുർആനിനെ പരിഹസിക്കുന്നതും നിങ്ങളൊന്ന് കാണൂ. ചോദ്യതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്താ പറയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ചെങ്ങായിമാരെ, ഈ പറയണങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. വിവരല്ലേലോ. ഖുർആനിനേക്കാൾ നല്ലതോ മാതൃഭൂമി പത്രം വായിക്കലാണെന്ന് പറഞ്ഞ ഈ പുരോഹിതന്മാർ ഖുർആൻ പാരായണത്തെ ആക്ഷേപിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ചെങ്ങായിമാരെ, ഈ പറയണങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. വിവരല്ലേലോ. നോക്കൂ, ഖുർആൻ ഇറങ്ങിയ പുണ്യഭൂമികളായ മക്കയെയും മദീനയെയും തള്ളുന്ന മുജാഹിദ് പൗരോഹിത്യത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ മക്കത്തുക്കും മദീനത്തുക്കും നോക്കണമെന്ന്? പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ മക്കത്തുക്കും മദീനത്തുക്കും നോക്കണമെന്ന്? പറഞ്ഞിട്ടില്ല. ഖുർആനിൽ 91 അധ്യായം ഇറങ്ങിയ മക്ക അതെങ്ങനെ അവഗണിക്കാൻ പറ്റുക? ഈമാനുള്ളവൻ എങ്ങനെ മക്ക അവഗണിക്കാൻ പറ്റുക? നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ മക്കത്തുക്കും മദീനത്തുക്കും നോക്കണമെന്ന്? പറഞ്ഞിട്ടില്ല. ഈമാനുള്ളവൻ എങ്ങനെ മക്ക അവഗണിക്കാൻ പറ്റുക? അപ്പൊ സുഹൃത്തുക്കളെ, മക്കത്തുക്കും മദീനത്തുക്കും ഇങ്ങനെ ചൂണ്ടാൻ ഇവിടെ 2 ഭാഗം. അവിടെ തറാവീഹ് 20 അവിടെ തറാവീഹ് എങ്ങനെയാണ്? അവിടെ ഭാഷ അറബിയാണ് എന്നിങ്ങനെ പറയുമ്പോ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ട് ചൂണ്ടാൻ. ഈമാനുള്ളവൻ എങ്ങനെ മക്ക അവഗണിക്കാൻ പറ്റുക? നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ മക്കത്തുക്കും മദീനത്തുക്കും നോക്കണമെന്ന്? പറഞ്ഞിട്ടില്ല. വിവരല്ലേലോ. മക്കത്തുക്കും മദീനത്തുക്കും ഇങ്ങനെ ചൂണ്ടാൻ ഈമാനുള്ളവൻ എങ്ങനെ മക്ക അവഗണിക്കാൻ പറ്റുക? ഇനി പുണ്യപ്രവാചകന്മാരെ പരിഹസിക്കുന്ന വഹാബി പുരോഹിത വർഗത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുന്നവർ ആരാണെന്നോ ഒരു പുരോഹിതൻ തന്നെ പറയട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അമ്പിയാക്കളുടെ, ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ മാർഗം വിട്ടിട്ട് പുത്തൻ വാദങ്ങളിലേക്ക് ഇന്ന് സമൂഹം വ്യാപകമായിരിക്കുകയാണ്. സമൂഹം മഹാന്മാരെ അനാദരിക്കുകയാണ്, മഹാന്മാരെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്കെത്തി. ഏതുവരെ എന്നറിയാമോ? മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മരിച്ചു. മരണസന്ദർഭത്തിൽ പോലും അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമുക്ക് ഓർമ്മ നൽകി. ആ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകള്. അതെ, ആ പുത്തൻവാദികളിൽപ്പെട്ട ഒരു പുരോഹിതൻ മഹാനായ സക്കരിയ നബിയെ മുജാഹിദാക്കുന്നതോ നിങ്ങളൊന്ന് കാണുക. സക്കരിയ നബി കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അക്കാലത്ത്. അതുകൊണ്ട് MGM പ്രവർത്തകയായ മറിയമിന് അവിടെ എത്തി. ഇനി മൂസാ നബി അലൈഹിസ്സലാമിനെ മൂസാക്ക് എന്ന് വിളിക്കുന്ന മറ്റൊരു പുരോഹിതനെ കാണൂ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചത് കുടുംബത്തിന് നടന്നുപോകാനുള്ള ദുനിയാവിന്റെ വെളിച്ചമാണ്. മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മുസ്ലിമീങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമില്ല, അന്ന് മൂസ നബിയായിരുന്നില്ല. മൂസ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മുസ്ലിമീങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമില്ല, അന്ന് മൂസ നബിയായിരുന്നില്ല. ഇനി ഭഗവത്ഗീതയിലെ അർജുനനെ പ്രവാചകനാക്കുന്ന മുജാഹിദ് പുരോഹിതന്റെ തെരുവ് നാടകം നിങ്ങളൊന്ന് കാണുക. ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ സൂക്തം. ഹദോവ പ്രാപ്സ്യസി സ്വർഗം, ഹദോവ പ്രാപ്സ്യസി സ്വർഗം, ജിതോവാ ഭോക്ഷ്യസി മഹീം, തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. എന്താ പറയുക? ഹദോവ പ്രാപ്സ്യസി സ്വർഗം. അർജുന, യുദ്ധത്തിൽ രക്തസാക്ഷിയായാൽ, ഷഹീദായാൽ പ്രാപ്സ്യസി സ്വർഗം, സ്വർഗത്ത് പോകാം. ബല്ലഹിയ ഉമ്മിന്ദ റബ്ബിഹിം. അപ്പൊ ഇതൊക്കെ എന്തറിയോ? പ്രവാചകന്മാരായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മുഹമ്മദാണെന്നോ മുജാഹിദുകൾ പറയാറില്ല എന്നോ ഒരു പുരോഹിതൻ പറയുന്നത് കേൾക്കൂ.
ഒരാൾ പറയാൻ മുഹമ്മദ് നബി ഒരു മുഹമ്മദാണ്, വെറും മുഹമ്മദാണ്, യാതൊരു പ്രത്യേകതയില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി നാട്ടിലുള്ള ആരെങ്കിലും. അപ്പൊ കാണാം മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ നേരെ എങ്ങനെ പ്രതികരിക്കുന്നു. മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല, ഞങ്ങളും തയ്യാറായിട്ടില്ല. മനുഷ്യനാകലാണ് നബിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ യോഗ്യത. നബി മനുഷ്യനാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നബി നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല, ഞങ്ങളും തയ്യാറായിട്ടില്ല. നബി നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്താ വെച്ചാൽ നബി നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറബിപ്പയ്യനെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന മറ്റൊരു പുരോഹിതനെ കാണൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എം അക്ബർ എന്ന് പറയുന്ന നേതാവ്, മുജാഹിദ് നേതാവ് പറഞ്ഞു അറബിപ്പയ്യനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ചയായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന പുരോഹിത വർഗത്തെ ഒന്നുകൂടെ നിങ്ങൾ കാണൂ. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ ഒരു മനുഷ്യൻ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി. മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല, സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകള്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ ആക്ഷേപിക്കുന്നത് കാണൂ. ഞാൻ വളരെ ലളിതമായി, ഒരു കല്ല് നിങ്ങൾ റോട്ടിൽ നിന്ന് നീക്കുന്നു, അതിന്റെ പുണ്യം പോലുമില്ല നബിദിനത്തിന്. ഒന്നുകൂടെ പറയാം. ഒരു ചെറിയ കല്ല് റോട്ടിൽ നിന്ന് അങ്ങോട്ട് നീക്കുന്നതിന്റെ പുണ്യം പോലുമില്ല ജന്മദിനത്തിന്, റസൂലിന്റെ ജന്മദിനത്തിന്. വിവരല്ലേലോ. ഇനി ഒന്നുകൂടെ ക്ലിയറായി പറയാം, ഒരു നഖം വെട്ടിക്കളയുന്നതിന്റെ പുണ്യം പോലുമില്ല. വിവരല്ലേലോ. മനസ്സിലായോ? ഒരാളെ നോക്കി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ പുണ്യം പോലുമില്ല. ചങ്ങായിമാരെ, ഈ പറയുന്നങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുന്ന പുണ്യം പോലുമില്ല. ഇനി അതിൽ ചെറുതായിട്ട് എന്തുണ്ടേ അത്. ഒരു കടുകുമണിയോളം നിങ്ങൾ ചെയ്യുന്ന നന്മണ്ടല്ലോ, അത്ര പോലും പുണ്യമില്ല നബിയുടെ ജന്മദിനം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ പരസ്പരം തർക്കിക്കുന്ന മുജാഹിദ് പുരോഹിതന്മാരെ നമുക്കൊന്ന് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ മരിച്ചതെന്നാണെന്നതിന് എല്ലാ തെളിവും. പക്ഷെ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം, നബി മരിച്ചത് ഒരു തിങ്കളാഴ്ചയാണ്, ജനിച്ചത് ഒരു തിങ്കളാഴ്ചയാണ്. വിവരല്ലേലോ. ജനിച്ച ഏതൊരു ദിവസമാണ് ആ ദിവസം തന്നെയാണ് നബി മരിച്ചത്. റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ മരിച്ചതെന്നാണെന്നതിന് എല്ലാ തെളിവും. ജനിച്ച ഏതൊരു ദിവസമാണ് ആ ദിവസം തന്നെയാണ് നബി മരിച്ചത്. ഇനിയും ഈ പുരോഹിത വർഗത്തിന്റെ പൊട്ടത്തരങ്ങൾ നമുക്കൊന്നുകൂടെ കാണാം. ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബിയായത് റമദാനിലാണ്. അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. വിവരല്ലേലോ. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
മൈമാക്ക എന്ന് വിളിച്ച് പരിഹസിക്കുന്ന മുജാഹിദ് പുരോഹിതനെ നിങ്ങളൊന്ന് കാണുക. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക